പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിനം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം 1-ാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു: ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, മുൻതലമുറകളെ അപേക്ഷിച്ച് നമ്മുടെ സഹോദരിമാർ ക്ഷമിക്കുന്നവരും സഹിക്കുന്നവരും പൊറുക്കുന്നവരുമായിരുന്നു. എന്നാൽ ഇന്ന് അതിന് കഴിയുന്നില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ കഴിയാതെ ആകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. മുൻ മാതാപിതാക്കൾ കരയുകയും ഉപവസിക്കുകയും നിലവിളിക്കുകയും ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങളെ നല്ലൊരു തലത്തിൽ എത്തിക്കുന്ന മാതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഭർത്താവ് വെള്ളമടിച്ച് നടക്കുമ്പോഴും അല്ലെങ്കിൽ റൗഡിയായി നടക്കുമ്പോഴും കമ്പോളങ്ങളിൽ നിന്ന് തെറികൾ വിളിക്കുകയും വീടുകളിൽ സ്വസ്ഥതയും സമാധാനം കൊടുക്കാതിരുന്ന പുരുഷന്മാരുടെ വീട്ടിൽ തൻ്റെ മക്കളെ കെയർ ചെയ്ത് മക്കളെ ദൈവകൃപയിൽ വളർത്തി ആ മക്കളെ ദൈവനാമത്തിനും മഹത്വത്തിന് കാരണമായി സമൂഹത്തിന് പ്രയോജനമുള്ളവരാക്കി മാറ്റുന്ന മാതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പോഷത്വമായവൾ ചെയ്യുന്ന പരിപാടി മക്കളെ തകർത്ത് കളയുന്നു. മക്കളെ നല്ല രീതിയിൽ വളർത്തുകയില്ല. മക്കളെ തോന്നുന്ന രീതിയിൽ വളർത്തുന്നു. മക്കൾ ഏത് രീതിയിൽ ജീവിച്ചാലും അവർക്കൊരു പ്രശ്നമില്ല. അവിടെ വേണ്ടത് പണം മാത്രം. ഒരു ജനറേഷനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. മുൻ ജനറേഷൻ കരഞ്ഞ മാതാപിതാക്കൾ, വില കൊടുത്ത മാതാപിതാക്കൾ, തലമുറകൾക്ക് വേണ്ടി മുറവളയിട്ട മാതാപിതാക്കൾ, ഇന്നത്തെ പുതിയ മാതാപിതാക്കൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഞാൻ ആത്മാവിൽ സന്ദേശം പറയാം. നിങ്ങളുടെ മക്കളെ കരയാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാൽ, ദൈവഭക്തിയിൽ വളർത്തിയാൽ, ജ്ഞാനമായ മാതാവേ, ജ്ഞാനമുള്ള മാതാവേ, നിന്റെ തലമുറയെ നീ പൊളിച്ചു കളയാതെ തലമുറയെ ദൈവകൃപയിൽ വളർത്തിയാൽ മാതാവേ, നിന്റെ പേരായിരിക്കും ഒന്നാമത് വരുന്നത്. ആയതിനാൽ കുടിയൻ എന്ന ആമേൻ വ്യക്തിയുടെ പേരിലായിരിക്കില്ല നിന്റെ തലമുറ അറിയപ്പെടാൻ പോകുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവ് ഞങ്ങൾക്ക് വേണ്ടി കരയാൻ പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് നിന്റെ തലമുറ നിന്നെ നോക്കി സാക്ഷ്യം പറയുന്ന ഒരു കാലഘട്ടത്തിനായി. അതേ സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ആമേൻ, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തലമുറകൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ തലമുറ നിങ്ങൾക്ക് അഭിമാനമായിരിക്കും, നിങ്ങൾക്ക് ഒരു താങ്ങായിരിക്കും. നിങ്ങളെ അതിനായി ദൈവം സഹായിക്കട്ടെ. ജ്ഞാനമുള്ളവൾ വീട് പണിയും, പോഷത്വമുള്ളവൾ ആ കുടുംബം മുഴുവനും തകർത്ത് കളയും. ഗോഡ് ബ്ലസ് യു.